നമ്മൾ ഇന്ന് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് ഇ ടി എഫിനെ കുറിച്ചാണ്. എന്താണ് ഇ ടി എഫ് എന്ന് നമ്മൾ ജസ്റ്റായിട്ട് ലാസ്റ്റ് വീഡിയോയിൽ കണ്ടതുപോലെ അതിനുള്ള ചാർജസ് ഒക്കെ നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഇ ടി എഫ് എന്ന് വെച്ചാൽ എന്താണ്, അത് മ്യൂച്വൽ ഫണ്ടായിട്ട് എങ്ങനെ കമ്പാരിസൺ ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ ഇൻഡെക്സ് ഫണ്ടായിട്ട് കമ്പാരിസൺ ചെയ്യാം, ചാർജസ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ETF are type of funds that owns assets like stocks, commodities or bonds and is traded on stock exchanges much like individual stocks. So ഇത് എന്തെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്കിനെ പോലെ തന്നെ ഇതൊരു എക്സ്ചേഞ്ചിൽ തന്നെ ട്രേഡ് ചെയ്യാൻ കഴിയുന്ന ഒരു സാധനമാണ്. മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെ ഇതിൽ സെറ്റ് ഓഫ് സ്റ്റോക്സ് ഉണ്ടാവും. ഈ സ്റ്റോക്സ് ചിലപ്പം ആക്റ്റീവ്ലി മാനേജ് ചെയ്യുന്നതാവും, അതായത് ഒരു മാനേജർ അത് ആക്റ്റീവായിട്ട് ബൈ സെൽ ചെയ്തുകൊണ്ടിരിക്കും, അതിൻ്റെ റേഷ്യോസ് മാറ്റിക്കൊണ്ടിരിക്കുകയായിരിക്കും. അല്ലെങ്കിൽ ഒരു പാസീവായിട്ട്, അതായത് ആരും അതിനെ ചെക്ക് ചെയ്യാൻ പോവാതെ ഒരു ഇൻഡെക്സിനെ ബേസ് ആയിട്ടുള്ള ഇ ടി എഫും ഉണ്ടാവാം. അതായത് ഒരു നിഫ്റ്റി 50യോ അല്ലെങ്കിൽ നിഫ്റ്റി ഐ ടി ഇൻഡെക്സോ അല്ലെങ്കിൽ നിഫ്റ്റി പി എസ് യു ബാങ്ക്സ്, നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക്സ്, അങ്ങനെ പറയുന്ന ഒരു ഫിക്സ്ഡ് ഒരു ഇൻഡെക്സ് എൻ എസ് സിയിലും ബി എസ് സിയിലും ഉണ്ട്. നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിൽ പോയി നോക്കാം. സോ അതിനെ ഫോളോ ചെയ്യുന്ന ഇ ടി എഫ്സും ഉണ്ടാവും, മ്യൂച്വൽ ഫണ്ട്സും ഉണ്ടാവും. സോ ചില ഫണ്ട് ഹൗസുകൾ അത് സെപ്പറേറ്റ് ആയിട്ട് ആക്റ്റീവ്ലി മാനേജ് ചെയ്തിട്ട് അതിൽ ബൈയിങ്ങും സെല്ലിങ്ങും അതിൻ്റെ റേഷ്യോസും അതെങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തതെന്നതും വ്യത്യാസം ഉണ്ടാവും. അത് നമുക്ക് വീഡിയോയുടെ അവസാനം നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് വളരെ കുറവാണ് കമ്പയർഡ് ടു മ്യൂച്വൽ ഫണ്ട്സ്. സോ അത് നമുക്ക് നോക്കാം പിന്നീട്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി, ട്രേഡഡ് ലൈക്ക് സ്റ്റോക്സ് ഓൺ എക്സ്ചേഞ്ച് എന്ന് വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വിൽക്കുക വാങ്ങുകയൊക്കെ ചെയ്യാം. മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ നിങ്ങൾ വിഡ്രോവൽ കൊടുത്താൽ ഇറ്റ് വിൽ ടേക്ക് 2 days അല്ലെങ്കിൽ കുറച്ച് ദിവസം പിടിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ എമൗണ്ട് വരുള്ളൂ. ഇവിടെയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ പൈസ വാങ്ങിക്കാം ബേസ്ഡ് ഓൺ ലിക്വിഡിറ്റി. ബയറും സെല്ലർ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അത് വിൽക്കാൻ പറ്റുള്ളൂ. ലോവർ കോസ്റ്റ്, ജനറലി ലോവർ എക്സ്പെൻസ് റേഷ്യോ ദാൻ മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ടിനെക്കാട്ടിലും എക്സ്പെൻസ് കുറവാണ്. ബട്ട് അതർ ചാർജസ്, എസ് ടി ടിയും ഡിമാറ്റ് ചാർജസ് ഒക്കെ ഇതിൽ വരും. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ടാക്സ് എഫിഷ്യൻസി, ഇ ടി എഫ്സ് ആർ മോർ ടാക്സ് എഫിഷ്യൻ ഡ്യൂ ടു ദ സ്ട്രക്ചർ. ഡൈവേഴ്സിഫിക്കേഷൻ, ഇത് വേറെ അസറ്റ്സ് ക്ലാസസ്, ഗോൾഡോ സിൽവറോ അല്ലെങ്കിൽ സ്റ്റോക്സോ അല്ലെങ്കിൽ വേറെ യു എസ് എയിലുള്ള സ്റ്റോക്സിനെയോ ഏത് വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ ഇ ടി എഫ്സ് ത്രൂ കഴിയുന്നതാണ്. ഡൈവേഴ്സിഫിക്കേഷൻ ഒരു അസറ്റാണ്. നമുക്ക് ഒരു സ്റ്റോക്കിനെയോ അല്ലെങ്കിൽ ഒരു ഇൻഡെക്സിനെ മാത്രം ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ഇൻഡെക്സിൽ ചില സ്റ്റോക്കുകളെ മാത്രം ഫോളോ ചെയ്യാതെ ഒരു സെറ്റ് ഓഫ് സ്റ്റോക്സിനെ ഫോളോ ചെയ്യാൻ പറ്റും. അടുത്തത് വരുന്നത് മ്യൂച്വൽ ഫണ്ട്സ് ആണ്. ഇത് പൂൾ മണിയാണ് ഫ്രം ഇൻവെസ്റ്റേഴ്സ് ടു ബൈ ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ ഓഫ് സ്റ്റോക്സ്, ബോണ്ട്സ് ഓർ അതർ സെക്യൂരിറ്റീസ്. ഇ ടി എഫും മ്യൂച്വൽ ഫണ്ടും ഏകദേശം സെയിം ആണ്, ബട്ട് ഒരു ആക്റ്റീവ് മാനേജർ ഇവിടെ ഇൻവോൾവ് ആയിരിക്കും. ആൻഡ് എൻ എ വി എൻഡ് ഓഫ് ദ ഡേ കഴിയുമ്പോൾ മാത്രമാണ് അപ്ഡേറ്റ് ആവുള്ളൂ. സോ അപ്പോൾ മാത്രമാണ് നിങ്ങൾക്കത് അന്നത്തെ മൂവ്മെൻറ്റ് അറിയാൻ കഴിയുള്ളൂ. വേറെസ് ഇൻ ഇ ടി എഫ് ഡെയിലി മൂവ്മെൻറ്റ് നിങ്ങൾക്ക് അറിയാൻ കഴിയും. ബോട്ട് ആൻഡ് സോൾഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ട്രേഡിംഗ് ഡേ, ആക്റ്റീവ്ലി ഓർ പാസീവ്ലി മാനേജ്ഡ്, ഹയർ മാനേജ്മെൻറ്റ് ഫീസ് കമ്പയർഡ് ടു ഇ ടി എഫ്. ഇ ടി എഫിനെക്കാട്ടിലും കൂടുതൽ മാനേജ്മെൻറ്റ് ഫീസ് വാങ്ങിക്കുന്നുണ്ട്, കാരണം ഇതിൽ കുറേ കാൽക്കുലേഷൻസ് ഉണ്ട്. ആൻഡ് ഇതിനുള്ള ചാർജസ് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ മാതിരി എക്സിറ്റ് ലോഡും എക്സ്പെൻസ് റേഷ്യോയും ബോത്ത് ഇ ടി എഫിലും വരും മ്യൂച്വൽ ഫണ്ടിലും വരും. അത് കുറച്ചുകൂടി കൂടുതലാണ് ഇ ടി എഫിനെക്കാട്ടിലും. സോ ടു മാനേജ് ദ കാൽക്കുലേഷൻസ് ആൻഡ് പിന്നെ എംപ്ലോയീസ് ചാർജസ്, അതർ ചാർജസ് ഒക്കെ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഫീസ് കൂടുതൽ വാങ്ങിക്കുന്നത്. ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ട്രേഡിംഗ് കോസ്റ്റ് ഹയർ ആണ്. അതായത് ഇൻവെസ്റ്റർ മേ ഇൻക്യൂർ കമ്മീഷൻ ഫോർ ബൈയിങ് ആൻഡ് സെല്ലിങ്, നമ്മൾ കമ്മീഷൻ കൊടുക്കണം മ്യൂച്വൽ ഫണ്ടിന്. പ്രൈസ് ഫ്ലക്ച്വേഷൻ, പ്രൈസ് ക്യാൻ ഫ്ലക്ച്വേറ്റ് ത്രൂ ഔട്ട് ദ ഡേ, പൊട്ടൻഷ്യലി ലീഡിങ് ടു വോളറ്റൈലിറ്റി. അത് മാറിക്കൊണ്ടേയിരിക്കാം, പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം എൻഡ് ഓഫ് ദ ഡേ എൻ എ വി മാത്രമാണ് നമുക്ക് കൺസിഡർ ആവുള്ളൂ. ഇപ്പോൾ ഒരു ഇൻട്രഡേയിൽ ഒരു 10% കയറിയിട്ട് 5% ഇറങ്ങി, ആ 10% കയറിയത് നമുക്ക് ഒരിക്കലും അതൊരു ലാഭമായിട്ട് എടുക്കാൻ കഴിയില്ല. നമുക്ക് ആ 5% മാത്രമാണ് എൻ എ വി കിട്ടുള്ളൂ. അതല്ലാതെ എൻ എ വിന്ന് നമ്മുടെ എക്സ്പെൻസ് റേഷ്യോ ഡിഡക്റ്റ് ചെയ്തിട്ടാണ് അത് വരുള്ളൂ. കോംപ്ലക്സിറ്റി, സം ഇ ടി എഫ്സ് ക്യാൻ ബി കോംപ്ലെക്സ് ആൻഡ് ഹാവ് സ്പെസിഫിക് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ്. ഇതാണ് ഇ ടി എഫിൻ്റെ ലിമിറ്റേഷൻ ആണ്. ഡയറക്റ്റ് വേഴ്സസ് റെഗുലർ പ്ലാൻ, മ്യൂച്വൽ ഫണ്ടിൻ്റെയാണ് ഇത്. സോ ഇതിൽ 2 ടൈപ്പുള്ള പ്ലാൻ വരും. ഒന്ന് മിഡിൽ മാൻ ഉണ്ടാവും, അതിന് റെഗുലർ പ്ലാൻ എന്ന് പറയും.
ഇനി ഒരെണ്ണം ഡയറക്റ്റ് പ്ലാൻ എന്ന് പറയും. അതിൽ ഡയറക്റ്റായിട്ട് നമ്മളൊരു ഫണ്ട് ഹൗസിൽ നിന്ന് ലൈക്ക് കോട്ടക് ഫ്ലെക്സി ക്യാപ് എന്ന് പറഞ്ഞ ഫണ്ട് ഹൗസിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എക്സ്പെൻസ് റേഷ്യോയിലുള്ള വ്യത്യാസമാണ് അവിടെ കാണുന്നത്. 0.68 ആണ്. ഒരു മിഡിൽ മാൻ ഉണ്ടെങ്കിൽ അവിടെ 1.60. അപ്പോൾ ഏകദേശം 1% വ്യത്യാസം വരുന്നുണ്ട്. അതർ ഫണ്ട് ഹൗസിലും നിങ്ങൾക്ക് കാണാം നല്ലോണം വ്യത്യാസം വരുന്നുണ്ട്. ഈ ചെറിയ വ്യത്യാസങ്ങൾ നിങ്ങൾ ഡെപ്പോസിറ്റിന് മണിയിൽ നിന്ന് ഒരു വലിയ എമൗണ്ട് ആയിട്ട് മാറും ഇഫ് യു ആർ ഹോൾഡിംഗ് ഫോർ മോർ ദാൻ 10 years or 15 years. നിങ്ങൾക്കിവിടെ കാണാം എങ്ങനെയാണ് ആ NAV വേരി ആവുന്നതെന്ന്. സോ 2013 18.55 ഉണ്ടായിരുന്നത് പിന്നെ 20.32 20.46 വലിയൊരു വേരിയേഷൻസ്. നിങ്ങൾക്ക് ഡയറക്റ്റ് പ്ലാനിൽ 71 ആയത് ഇവിടെ 66 മാത്രമേ ആയിട്ടുള്ളൂ. സോ ഇൻടു നമ്പർ ഓഫ് നിങ്ങളുടെ എത്രയാണ് ആ യൂണിറ്റ്സ് ഉള്ളത് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു വലിയൊരു വ്യത്യാസം വരും. ലൈക്ക് 5 points വ്യത്യാസം ഇൻടു 100 ആണെങ്കിൽ 500 rupees അവിടെ കുറയും. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതാണ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തേക്കണം. നിങ്ങൾക്ക് ഇവിടെ കാണാം മിറെ എമർജിങ് ബ്ലൂ ചിപ്പ് ഡയറക്റ്റ് ആൻഡ് റെഗുലർ പ്ലാൻ. ഡയറക്റ്റ് പ്ലാൻ 3 ഏകദേശം 10,000 per month SIP ചെയ്താൽ ഇത് വരുന്നത് അറൗണ്ട് 34 lakhs 36 lakhs എന്ന വ്യത്യാസം, അറൗണ്ട് 2 lakh വ്യത്യാസം സ്പാൻ ഓഫ് 10 years. സോ ഇങ്ങനൊരു വ്യത്യാസം വരാനുള്ള സാധ്യതകളുള്ളത് കാരണം എപ്പോഴും ഡയറക്റ്റ് പ്ലാൻ ഉപയോഗിക്കാവും നല്ലത് കൂടുതൽ കാലത്തേക്ക് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ. അഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞാൽ ഇതൊരു പ്രൊഫഷണലി മാനേജ്ഡ് ആണ്. ഓട്ടോമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാൻ ബി SIP പോലെ സെറ്റ് ചെയ്യാൻ പറ്റും. റീഇൻവെസ്റ്റ്മെൻറ്റ് ഡിവിഡൻസ് കിട്ടുന്നത് അവർ റീഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അതിനെ കുറിച്ച് ചിന്തിക്കുക കൂടി വേണ്ട. അവരെന്നെ അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവരെന്നെ ഇൻവെസ്റ്റ് ചെയ്തോളും. ഫ്ലെക്സിബിലിറ്റി, വെറൈറ്റി ഓഫ് ഫണ്ട്സ് ബേസ്ഡ് ഓൺ റിസ്ക് ആൻഡ് സ്ട്രാറ്റജി. ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഹൈ ഫീസ് ആണ് ETF വെച്ച് നോക്കുമ്പോൾ. പിന്നെ ലാക്ക് ഓഫ് ലിക്വിഡിറ്റി, അതായത് ബയറും സെല്ലറും ഉണ്ടാവണം. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് എൻഡ് ഓഫ് ദി ഡേ സെൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നല്ലൊരു ക്രാഷ് ഉണ്ടാവുക വെച്ചെങ്കിൽ ഒരു ബയർ ഉണ്ടാവില്ല ചിലപ്പം, അപ്പോൾ സെൽ ചെയ്യാൻ പറ്റില്ല. എൻഡ് ഓഫ് ദി ഡേ ആകുമ്പോൾ ഇട്ടും പറ്റില്ല. ETF ആണെങ്കിൽ ഇൻ ബിറ്റ്വീൻ ദ ഡേ ഒരു അപ്പർ സർക്യൂട്ടോ ലോവർ സർക്യൂട്ടോ ഹിറ്റായി കഴിഞ്ഞിട്ട് ഇടയിൽ എവിടെയെങ്കിലും ഒരു ബയർസ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് വിറ്റിട്ട് പോകാതെ. പൊട്ടൻഷ്യൽ ഫോർ അണ്ടർ പെർഫോമൻസ്, ആക്റ്റീവ്ലി മാനേജ് ഫണ്ട്സ് മേ അണ്ടർ പെർഫോം ദർ ബെഞ്ച് മാർക്ക്. എപ്പോഴും ആക്റ്റീവ്ലി മാനേജ് ഫണ്ട് എപ്പോഴും വാങ്ങാൻ വിൽക്കുക കാരണം അതിൻ്റെ ചാർജസ് ഇൻക്ലൂഡ് ആയ കാരണം ഇത് ചിലപ്പോൾ നമുക്ക് നല്ലൊരു റിട്ടേൺ നോർമൽ ഇൻഡെക്സ് ഫണ്ടിൻ്റെ പോലെയുള്ള റിട്ടേൺ തരാൻ സാധ്യത കുറവായിരിക്കും ചില ഫണ്ടുകളിൽ. ഇത് ഇൻഡെക്സ് ഫണ്ടാണ്. ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുന്നത് ഓൾറെഡി ഡിസൈൻ ചെയ്തതാണ്. NSE BSE വെബ്സൈറ്റിലുള്ള Nifty 50 പോലെയുള്ള ഫണ്ടുകളാണ്. ഇത് ഓൾറെഡി ഇത്ര പെർസെൻറ്റേജാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടാണ്. അത് പാസീവ്ലി മാനേജ്ഡ് ആണ്. എക്സ്പെൻസ് റേഷ്യോ വലിയ കാര്യത്തിലുണ്ടാവില്ല കാരണം ഇതിൽ വാങ്ങുക വിൽക്കുക ഒക്കെ കുറവായിരിക്കും. അത് പ്രത്യേക പെർസെൻറ്റേജ് തന്നെ ആണ് അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. എയിം ടു മാച്ച് നോട്ട് ഔട്ട് പെർഫോം ദ ഇൻഡെക്സ് റിട്ടേൺസ്. എപ്പോഴും ഇൻഡെക്സിൻ്റെ ഫോളോ ചെയ്തിട്ടാണ് പോകുന്നത്. ഇത് ഫീസ് കുറവാണ്. ഡൈവേഴ്സിഫിക്കേഷൻ നോർമലി എങ്ങനെയാണ് സെക്ടർ വൈസ് അല്ലെങ്കിൽ Nifty 50 പോലെ അല്ലെങ്കിൽ മിഡ് ക്യാപ്പ് പോലെ അല്ലെങ്കിൽ സ്മോൾ ക്യാപ്പ് പോലെ ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുണ്ടാവും. കൺസിസ്റ്റൻറ്റ് പെർഫോമൻസ് ലോങ് ടേം ഗ്രോത്തിന് നല്ലതാണ്. ലിമിറ്റഡ് ഫ്ലെക്സിബിലിറ്റിയാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റില്ല നമുക്ക് സ്റ്റോക്കുകളൊന്നും. ആക്റ്റീവ് മാനേജ്മെൻറ്റ് അല്ലാത്തത് കൊണ്ട് ചില ഓപ്പർച്യൂണിറ്റീസ് മിസ്സാവാൻ സാധ്യതയുണ്ട്. ട്രാക്കിംഗ് എറർ ഉണ്ടാവാം. ഇൻഡെക്സ് ചിലപ്പോൾ മുന്നോട്ട് പോകാം, നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് ലാഗിങ് ആയിട്ട്, കാരണം അത് ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് ചിലപ്പോൾ റിട്ടേൺസും വ്യത്യാസം വരാം. കൺക്ലൂഷൻ, ETF ഗ്രേറ്റ് ഫോർ ഫ്ലെക്സിബിലിറ്റി, ലോ കോസ്റ്റ്, ലിക്വിഡിറ്റി. ബട്ട് ട്രേഡിംഗ് ഫീസും ഡിമാറ്റ് ഫീസും ഒക്കെ ഉള്ളത് കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് അത് മ്യൂച്വൽ ഫണ്ടായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു ഫീസായിട്ട് മാറാൻ സാധ്യതയുണ്ട്. മ്യൂച്വൽ ഫണ്ട് പ്രൊഫഷണലി മാനേജ്ഡ് ആയ കാരണം നല്ല റിട്ടേൺസ് വരും, പക്ഷേ ഹയർ ഫീസാണ്. ഇൻഡെക്സ് നിങ്ങൾക്ക് ഹയർ റിട്ടേൺസ് പ്രതീക്ഷിക്കരുത്, പക്ഷേ നല്ല ഗ്രോത്ത് ഉള്ള സ്റ്റോക്സും ഇൻഡെക്സിനെ ഫോളോ ചെയ്തുകൊണ്ട് നല്ല റിട്ടേൺ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്.